ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊരു സന്തോഷമുള്ള വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഈ വീഡിയോ ചെയ്യേണ്ടത് ഒരു 4 മാസം മുമ്പായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, കണ്ടപ്പോൾ. ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിന് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് 5 മാസം ആവാറായി. 1 വീക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാസം ആവും കേട്ടോ. ശരിക്കും പക്ഷെ ഞാനിതുവരെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല, സ്റ്റോറി ആയിട്ടോ ഒന്നും ഇട്ടിട്ടൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് പേർക്ക് മാത്രമേ സംഭവം അറിയത്തുള്ളൂ കേട്ടോ. എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കും ഫ്രണ്ട്സിനും ഫാമിലി അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ സംഭവം അറിയത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോറിയൊക്കെ ഇടാം, വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഫെബ്രുവരി ഒരു 20 ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത്. ഞാൻ ഓൾറെഡി 1.5 മാസമായിട്ടാണ് ടെസ്റ്റ് ചെയ്തത് തന്നെ. എനിക്ക് അങ്ങനെ പീരിയഡ്സ് ഡേറ്റ് തെറ്റാറില്ല, കറക്റ്റ് പീരിയഡ്സ് ഡേറ്റ് ആവാറുണ്ട് എനിക്ക്. ഇപ്പോൾ അടുപ്പിച്ചൊരു 2-3 തവണ എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർഷത്തിൽ 1-2 തവണയ്ക്ക് തെറ്റാറുണ്ട്. അങ്ങനെ തെറ്റാണെങ്കിൽ തന്നെ അപ്പോൾ 40 ദിവസമൊക്കെ ചിലപ്പോൾ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ 40 ദിവസം ആവാണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പ്രഗ്നൻ്റ് ആവുമോ. നമുക്കിങ്ങനെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷെ എന്നാലും 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ തന്നെ, ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ 40 ദിവസം എടുക്കാറുണ്ട് ഞാൻ. ചിലപ്പോൾ എനിക്ക് ആ 42-ാമത്തെ ദിവസമോ 41-ാമത്തെ ദിവസമൊക്കെ പീരിയഡ്സ് ഡേറ്റ് തെറ്റി വരാറുണ്ട്. അപ്പോൾ എനിക്ക് 2-3 തവണ അടുപ്പിച്ച് ഒരു ഡിസംബർ ഒക്ടോബർ ആ ടൈമിലൊക്കെ എനിക്കൊന്ന് 2 തവണ അടുപ്പിച്ച് തെറ്റിയായിരുന്നു. ഒരു 43-45 ദിവസമൊക്കെ ആയി. ആ ടൈമിൽ ടെസ്റ്റും ചെയ്യും, അപ്പോൾ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 45 ദിവസം ആയതിനു ശേഷം ടെസ്റ്റ് ചെയ്യാം. വെറുതെ മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് നടക്കണ്ടല്ലോ. ആവുകയാണെങ്കിലും ആവുന്നില്ലെങ്കിലും ആ സമയം 45 ദിവസമായി എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഫെബ്രുവരി 20 ആയപ്പോൾ എനിക്ക് ജനുവരി 5 ഡേറ്റ്. ഫെബ്രുവരി 5 ആണ് ആവേണ്ട ഡേറ്റ് ഉണ്ടായിരുന്നത്. ഞാനൊരു 25 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പീരിയഡ്സ് ടെസ്റ്റ് ചെയ്തത് ട്യൂബിൽ. അപ്പോൾ സഞ്ജുവിനോട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിന് ശരിക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് വെളുപ്പിന് ഉള്ള യൂറിനാണ്. അപ്പം ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചിലപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ആവും എന്തായാലും അങ്ങ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ആവുകയാണെങ്കിലും ഇല്ലെങ്കിലും അത്രയും ദിവസം ആയതുകൊണ്ട് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അപ്പം അന്ന് കൊണ്ടുവന്ന അവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ നേരമായപ്പോൾ മനസ്സോടെ എനിക്ക് പിറ്റേന്നത്തേക്ക് വെക്കാൻ തോന്നാണ്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ പോസിറ്റീവായിരുന്നു കേട്ടോ. എനിക്ക് നമുക്ക് ആ പോസിറ്റീവ് ആണെന്ന 2 ലൈൻ അങ്ങ് തെളിയുന്ന സമയത്ത് സന്തോഷവും സങ്കടവും എല്ലാം പാടായിട്ട് ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത്, അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ റൂമിൽ വന്നിട്ട് സഞ്ജുവിനെ കാണിച്ചു കൊടുത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഭയങ്കര ഛർദിയും വോമിറ്റിങ്ങും ക്ഷീണമൊക്കെ ആയിട്ട് 3 മാസം പറയണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. അതായിരുന്നു ഞാൻ വീഡിയോ ഇടാണ്ട് ലേറ്റായി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് മാത്രം അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യൽ 3 മാസം കഴിഞ്ഞിട്ട് മതി ഞാൻ തീരുമാനിച്ചതായിരുന്നു. 3 ഇതേപോലെ ഒരു 4-5 മാസമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ. ശരിക്കും എനിക്ക് ഫസ്റ്റത്തെ അബോർഷനായതായിരുന്നു. അധികം പേർക്കും അറിയായിരിക്കും ഇത്. ഫസ്റ്റത്തത് ഇതുപോലെ 3 മാസം തുടക്കം അവധിയായിട്ടുള്ള ആ ടൈമിലാണ് എനിക്ക് അബോർഷനായത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല. 1.5 വർഷമായിപ്പോൾ. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ്. ഇപ്പം ഞങ്ങൾ മാരേജ് ചെയ്തിട്ട് 6 വർഷമായല്ലോ. ആ ടൈമിൽ 5 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അന്ന് ഡ്യൂട്ടി സ്ഥലത്തു നിന്നാണ് രാവിലെ വെളുപ്പിന് ഡ്യൂട്ടിക്ക് പോയിട്ട്. അതും ഇതുപോലെ 40-42 ദിവസമായപ്പോൾ സഞ്ജു ഇങ്ങനെ ചെയ്യുക ആണെങ്കിലും അല്ലെങ്കിൽ അറിയാൻ പറ്റുമല്ലോ പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ 40 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി എടുത്തുനിന്ന് അങ്ങനെ ഫാർമസിയിൽ നിന്ന് അപ്പോൾ
എടുത്ത് ചെയ്തതായിരുന്നു. ആ സമയത്ത് അപ്പത്തെ സന്തോഷത്തിൽ എനിക്ക് അപ്പം തന്നെ സഞ്ജുവിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് അത് വീഡിയോ കോൾ ചെയ്ത് സഞ്ജു കാണുന്നതും അമ്മ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എടുത്തായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ സ്റ്റോറി ആക്കിയിട്ടിരുന്നു. ഫസ്റ്റത്തെ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി, അതാണ് നല്ലത്, നമുക്ക് ഈ 3 മാസത്തെ അതൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ. അങ്ങനെ സ്റ്റോറിയൊക്കെ ആക്കിയിട്ട് എല്ലാവരും അറിഞ്ഞ കാര്യമായിരുന്നു അത്, ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ട്. പക്ഷേ എന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിന് കിട്ടിയില്ല. 3 മാസമായപ്പോൾ അത് പെട്ടെന്ന് ബ്ലീഡിങ് വന്നിട്ട് ഓൾറെഡി എനിക്ക് അപ്പോൾ നല്ല ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞതായിരുന്നു ആ പ്രഗ്നൻസിൻ്റെ, വയനാട്ടിലായിരുന്നു അന്ന്. അപ്പോൾ അതങ്ങനെ അബോർഷനായതുകൊണ്ട് തന്നെ ഇതങ്ങനെ ആരോടും പറഞ്ഞില്ലായിരുന്നു. വീട്ടിൽ തന്നെ 3 മാസമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. 3 മാസമല്ല, ഒരു 3 മാസം ആവാനായി, 2 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തന്നെ പറഞ്ഞത്. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫ്രണ്ട്സിനെ അറിയായിരുന്നു, പിന്നെ കമ്പനിയിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ലീവ് എടുക്കുമ്പോഴൊക്കെ ചെക്കന്മാരെ അറിയുമല്ലോ, അങ്ങനെ അവർക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്താരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഓരോരുത്തരായിട്ട് അറിഞ്ഞു വരുന്നത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇങ്ങനൊരു വീഡിയോ ആ സമയത്ത് ചെയ്യാൻ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഛർദിയും ഭയങ്കര, ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ക്ഷീണം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഒന്ന് റീച്ചായ ഒരു 25,000 പേരാണ്. എൻ്റെ വീഡിയോസ് വെച്ചിട്ട് 25,000 പേര് കണ്ട ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോ ആയിരുന്നു. ആ ടൈം ജനുവരിയിൽ ആ ടൈമൊക്കെ തന്നെയായിരുന്നു ഈ പ്രഗ്നൻസിൻ്റെതും വന്നത്. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡെയിലി ഓരോ വീഡിയോ ഇടുന്നതായിരുന്നു. പിന്നെ എനിക്ക് എന്തോ ഈ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ നോമ്പല്ലായിരുന്നു, നോമ്പിന് ഈ നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും, വെറും കഞ്ഞിയും അച്ചാറും മാത്രമേ കുടിച്ചിരുന്നത്. പിന്നെ സഞ്ജു രാത്രി ഫുഡ് വാരിത്തരുമ്പോൾ എന്തെങ്കിലും കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ആയിട്ടായിരുന്നു ഇപ്പോൾ ഡിലേ ആയത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ വീണ്ടും വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ വീഡിയോസിൽ കാണുകയാണെങ്കിലും ഒക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നെ ഇനി വീഡിയോ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാനിതുവരെ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അറിയാവുന്നവരെ മാത്രം വെച്ച് ഇൻസ്റ്റയിലൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ടാണ് ഇതുവരെ സ്റ്റോറി ഇട്ടിട്ടുള്ളതും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 1 വീക്കും കൂടി കഴിഞ്ഞാൽ 5 മാസം സ്റ്റാർട്ടാവും. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഹെൽത്തിയാണ്. 3.5 മാസത്തെ സ്കാനിങ് ഇപ്പോൾ കഴിഞ്ഞ്, ഇപ്പോൾ അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സ്കാനിങ്ങിൽ ഗ്ലൂക്കോസ് ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങിലും എല്ലാം നോർമലാണ്, ഓക്കെയാണ്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക. പിന്നെ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് സഞ്ജുവിനെ കാണിച്ചു കൊടുത്ത്, അപ്പം ഞാൻ ഫോണൊന്നും ഓൺ ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിലും സന്തോഷമാണ്, ഇല്ലെങ്കിൽ സങ്കടമാണ്. അപ്പോൾ ഫോൺ ഓൺ ആക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുന്ന് പിന്നെ ഞാൻ ഫസ്റ്റത്തിൻ്റെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് സഞ്ജുവിനെ വിളിച്ച് പറയലതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ഓരോന്നായിട്ട് ഇങ്ങനെ അടുത്ത വീഡിയോസിലൂടെ പറയാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഫുഡ് കഴിക്കൽ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഫുഡും കഴിക്കും. ഫ്രൂട്ട്സ് ഇപ്പോൾ എല്ലാ മാംഗോൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോൾ വോമിറ്റിംഗ് ഇപ്പോൾ മാറി. ഇപ്പോൾ വോമിറ്റിംഗ് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യം എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഫസ്റ്റ് തവണത്തെ ആ പ്രഗ്നൻസിക്ക് എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓരോ ഫുഡ് കഴിക്കാൻ ഓരോ കൊതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ തവണ എനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഒരു കൊതി ഉണ്ടായിരുന്നില്ല. ഇന്ന ഫുഡ് വേണമെന്നോ. പിന്നെ എനിക്ക് ആകെ കൊതി തോന്നിയിരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാച്ചോറ് അറിയുന്ന ഒരു സംഭവമുണ്ട്, അത് ഉണ്ടാക്കി കഴിക്കണം എന്ന് കൊതി ഉണ്ടായിരുന്നു. അത് പിന്നെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ആ ടൈമിൽ ഞാൻ തന്നെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേനും ആ ഫുഡ് കഴിക്കാൻ എന്നെ കൂടെ പറ്റുന്നില്ല. വേറെ ആരും ഇല്ലല്ലോ, ഞാൻ സഞ്ജു മാത്രമുള്ളല്ലോ ഇവിടെ. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സഞ്ജു പിന്നെ അധികം ജോലികളൊക്കെ സഞ്ജു വന്നിട്ട് തന്നെ രാത്രി ചെയ്യാറ്. ഞാൻ അധികം ജോലിയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ രാത്രി ആകുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് അത് വെന്ത് സെറ്റായി വരുമ്പോഴത്തേനും എനിക്ക് ആ ഫുഡ് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഫുഡിനോട് ചിക്കനൊന്നും എൻ്റെ സ്മെല്ല് പോലെ അടുപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. പുറത്തുനിന്ന് കഴിക്കൽ മാക്സിമം
ഇച്ചിരിക്കാണ്, എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കും. പിന്നെ ആകെ എനിക്ക് കൊതി തോന്നിയിരുന്നത് കപ്പ ബിരിയാണി ഉണ്ടല്ലോ എല്ലും മൂളി, അതൊക്കെ കഴിക്കാനായിരുന്നു. അതൊക്കെ 2-3 തവണയായിട്ട് പുറത്തുനിന്ന് 5 കൊണ്ടം വന്നിട്ട് അങ്ങനെയൊക്കെ കഴിച്ചു. അല്ലാണ്ട് ഇന്ന സാധനത്തിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ പച്ചമാങ്ങ, പുളി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊന്നും അങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കാൻ എനിക്ക് ഒരു കൊതി ഉണ്ടായിരുന്നില്ല. പിന്നെ ചാമ്പയ്ക്കായിരുന്നു പിന്നെ ഒരു കമ്പുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ പിന്നെ ഫുഡിനോട് കൊതി തോന്നി അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് വിശപ്പും കൂടുന്നുണ്ട്, പിന്നെ ഓരോന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡോക്ടർ ചീര, മുട്ട, പാല്, ചെറിയ മീൻ ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു എല്ലാ സാധനങ്ങളും സഞ്ജു ഓരോന്നായിട്ട് ഓരോ ദിവസം കൊണ്ടുവന്ന് വരുന്നുണ്ട്. ഇരുന്ന് കഴിച്ചാൽ മതി, എല്ലാ ഐറ്റംസും കൊണ്ടുവന്നു കഴിക്കും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ഓക്കെ ആയി. എനിക്ക് അങ്ങനെ അധിക നേരം ഇരിക്കുന്നത് ഇപ്പം എനിക്ക് വോമിറ്റിങ്ങും ഇതൊക്കെ മാറിയപ്പോൾ എനിക്ക് കാലിൽ നീര് വരുന്ന പോലെയുണ്ട്, കാല് വേദന ചെറുതായിട്ട്, പിന്നെ ഊരവേദന വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ കസാലയിൽ ഇരുന്നിട്ട് എനിക്ക് നടു ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് ചാരി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഇതും ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. ആ ടൈമിൽ ജനുവരിയിൽ ആ സമയത്ത് എൻ്റെ വീഡിയോ അറിയിച്ച സമയത്ത് എനിക്ക് അപ്പോൾ അതിൻ്റെ 2-3 മാസം മുമ്പാണ് ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയത് യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്നെ അറിയാവുന്നവർ മാത്രമേ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ സബ്സ്ക്രൈബറായിട്ടും അതിന് കുറച്ച് പേരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബർ ആവാനായിട്ടും. അപ്പോൾ പുതുതായിട്ട് ഓരോന്ന് ആ ടൈമിൽ ആ വീഡിയോ റീച്ച് ആയതുകൊണ്ടാണ് സബ്സ്ക്രൈബർ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർ കുറേ പേര് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.